Dear students, today we are going to learn about rectifiers. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. എന്നിട്ട് നമ്മൾ കണ്ടു PN ജംഗ്ഷൻ ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് പാസ് ചെയ്യുള്ളൂ എന്നല്ലേ. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ പോകുന്നത്. Rectifier circuit is an electric circuit that converts AC to DC, alternating current to direct current. It uses the properties of a diode that we studied in the last class. Rectifier circuits are of two types, half-wave rectifier and full-wave rectifier. പേര് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. AC രണ്ട് വേവ്, രണ്ട് ടൈപ്പ്, രണ്ട് ഡയറക്ഷനിലുള്ള കറണ്ടാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ് ഡയറക്ഷനെ നമ്മൾ ഹാഫ് വേവ് എന്നും നെഗറ്റീവ് ഡയറക്ഷനെ നമ്മൾ അടുത്ത ഹാഫ് വേവ് എന്നാണ് പറയുക അല്ലെ. രണ്ട് ഹാഫ് കൂടിയിട്ടുള്ള ഫുൾ വേവ് ആണ് ഒരു AC ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് പകുതി മാത്രം റെക്ടിഫൈഡ് ആയി DC-യിലേക്ക് കൺവേർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്നും, ഫുള്ള് വേവിനെ കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുള്ള റെക്ടിഫയർ ആണെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ എന്നും വിളിക്കും. ഇനി ഫുൾ വേവിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്, ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളെയും, ഹാഫ് വേവിനെയും സെൻറ്റർ ടാപ്പിനെയും ബ്രിഡ്ജിനെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ലെറ്റ് us start with half wave rectifier. This shows the connection diagram of a half wave rectifier. ഒരു AC സപ്ലൈ നമ്മളൊരു ട്രാൻസ്ഫോമറിന് കൊടുക്കുകയാണ്. ഈ പോയിന്റ് എനെ ഈ പോയിന്റ് ബിയും ആയിട്ട് നമ്മൾ കാണിക്കുന്നു. ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് സർക്യൂട്ടിലേക്ക് വരുന്ന ഇൻപുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ VIN എന്നും, ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ് കണക്റ്റഡ് ആസ് ലോഡ്. ഇവിടെ നമ്മുടെ ഫ്രിഡ്ജോ TVയോ മിക്സിയോ എന്ത് വേണമെങ്കിലും ആവാം. എന്ത് കോമ്പണൻ്റ് ആണ് ലോഡ് എങ്കിലും അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ RL വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ട്, അതായത് ഈ കോമ്പണൻറ്റിന് എക്രോസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും Vout. ഇതാണ് നമ്മുടെ മെയിൻ കോമ്പണൻറ്റ് ഡയോഡ് D. ഓക്കെ, I ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്മോൾ I വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് അല്ലേ. ഒരു AC-നെ നമ്മൾ ഇങ്ങനെ വേവ് ഫോമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സൈനുസോയിഡൽ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കൊസൈൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെയും ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും ഡിനോട്ട് ചെയ്യാൻ കഴിയും. അതായത് ടൈമിനനുസരിച്ച്, എക്സ് ആക്സിസിൽ ടൈം ആണെങ്കിൽ വൈ ആക്സിസിൽ വോൾട്ടേജ് ആണെങ്കിൽ ടൈമിനനുസരിച്ച് സൈനുസോയിഡലി ഹാർമോണിക്കലി വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. Figure shows the circuit connection of a half-wave rectifier. In this circuit, a single PN junction diode is used as a half-wave rectifier. The AC supply is applied in series with the diode D and load resistance L. AC supply diode D-ക്കും resistance RL-നും സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. AC supply is normally applied through a transformer. ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് അഡ്വാൻറ്റേജ് ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിനെ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ചെയ്യാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന് അനുസരിച്ച് അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് ട്രാൻസ്ഫോമർ യൂസ് ചെയ്താൽ കഴിയും. സെക്കൻഡ്ലി, ദ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ദ ട്രാൻസ്ഫോമർ ഐസൊലേറ്റ്സ് എ റെക്ടിഫയർ സർക്യൂട്ട് ഫ്രം പവർ ലൈൻ സോ ദാറ്റ് ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. നൗ, ഓപ്പറേഷൻ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ ഈ സർക്യൂട്ട് വഴി നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ്, എൻഡ് A ബിക്കംസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എൻഡ് B. ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഇതിലൂടെ പോകുന്ന സമയത്ത് A എന്ന് പറയുന്ന എൻഡ് പോസിറ്റീവ് ആവൂലേ ഈ ബീനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ A പോസിറ്റീവ് ആണെങ്കിൽ ഈ ഡയോഡ് എന്താവും? ഫോർവേഡ് ബയസ്ഡ് ആവും. ഇതാണ് നമ്മുടെ P റീജിയൻ, ഇതാണ് നമ്മുടെ N റീജിയൻ. അപ്പോൾ P റീജിയൻ പോസിറ്റീവ് ആവുന്നതോടെ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയി ഡയോഡ് കറണ്ട് കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഇത് നേരെ തിരിഞ്ഞ് നടക്കും. A നെഗറ്റീവ് ആവും, അതുകൊണ്ട് തന്നെ D റിവേഴ്സ് ബയസ്ഡ് ആകുകയും കറണ്ട് കണ്ടക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നെഗറ്റീവ് സൈക്കിൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെച്ച് അത് ബ്ലോക്ക് ആവും, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല.
So the current flows only through the diode only during the positive half cycles of the input AC voltage. Hence, current flows through the load RL in the same direction and DC output is obtained across RL. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് RL കൂടെയും പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം കടന്നു പോകുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഇവിടെ വെച്ച് കട്ടാവുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ താഴെയുള്ള ഹാഫ് സൈക്കിൾസ് ഇവിടെ കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ I എന്ന് പറയുന്നതും പ്ലസ് മാത്രമുള്ള രീതിയിൽ, വി ഔട്ട് എന്ന് പറയുന്നതും പ്ലസ് മാത്രമുള്ള രീതിയിലായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്കിതിനെ റെക്ടിഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് പൾസേറ്റിംഗ് ആണ് അല്ലേ. ശരിക്കുള്ള DC എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഒരു വര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ ഔട്ട്പുട്ട് ഇസ് പൾസേറ്റിംഗ്. സോ വി നീഡ് എ ഫിൽറ്റർ സർക്യൂട്ട്സ് ടു സ്മൂതൻ ദ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ റെക്ടിഫൈ ചെയ്തു, പക്ഷേ ഇനി ഫിൽറ്റർ സർക്യൂട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ പൾസേഷൻ ഒഴിവാക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. വാട്ട് അബൌട്ട് ദ ഫ്രീക്വൻസി ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്? രണ്ടും സെയിം ആണ് അല്ലേ, ഫ്രീക്വൻസി മാറുന്നില്ല. നെഗറ്റീവ് സൈക്കിൾസ് കട്ടായി പോകുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പവർ ലൈനിലുള്ള നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി എത്രയാണ്? 50 Hz ആണ്. അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് ഫ്രീക്വൻസി. F out will be equal to F in. Now we need to define what is rectification efficiency. എഫിഷ്യൻസിൻ്റെ മെഷർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു റെക്ടിഫയർ സർക്യൂട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് DC ഔട്ട്പുട്ട് പവർ ടു അപ്ലൈഡ് AC ഇൻപുട്ട് പവർ. ഓക്കെ, ഇത് എത്ര ശതമാനം AC-നെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഒരു റെക്ടിഫയർ സർക്യൂട്ട് എന്നുള്ളതിൻ്റെ മെഷറാണ്. അപ്പോൾ അത് ക്വാളിറ്റീനെ കാണിക്കുന്ന ഒന്നാണ് അല്ലേ. ഹയർ ദി എഫിഷ്യൻസി വാല്യൂ, ഗ്രേറ്റർ വിൽ ബി ദ ക്വാളിറ്റി ഓഫ് ദ റെക്ടിഫയർ. DC പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് AC പവർ, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിംബൽ ഈറ്റ, ഗ്രീക്ക് സിംബൽ ഈറ്റ. Let the input supply voltage which appears across the secondary winding of the transformer be represented by V in equal to Vm sin theta. ഈ M എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. എമ്മിൻ്റെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് ഓൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട്, സൈനുസോയിഡൽ ആയതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് AC ആണെങ്കിൽ ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ. ഈ Vm എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം വാല്യൂ ആയിരിക്കും. ഇങ്ങനെ പൾസേറ്റ് ചെയ്യുന്ന AC കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും Vm. സൈൻ തീറ്റ 1 ആവുന്ന സമയത്തുള്ള. ഡയോഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ആണെങ്കിലും അതിനൊരു ചെറിയ രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് എങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആവുന്ന സമയത്ത് മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. ആ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഡയോഡിന് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിന് നമ്മൾ ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് RF എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ലോഡ് റെസിസ്റ്റൻസിന് RL എന്ന് ഡിനോട്ട് ചെയ്യുന്നു. Diode conducts only during the positive cycles of the AC power supply. ഇനി നമുക്ക് ന്യൂമറേറ്റർ ആദ്യം കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡിനോമിനേറ്ററും കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് കറണ്ട് പൾസേറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് DC കറക്റ്റായിട്ട് എത്രയാണ്, IDC എത്രയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. ശരിക്കുള്ള DC എന്ന് പറഞ്ഞാൽ ഒരു വര മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ടൈമിനനുസരിച്ച് അത് വേരി ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പൾസേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് IDC കണ്ടുപിടിക്കണമെങ്കിൽ DC പവർ ഔട്ട്പുട്ടിന് പവറിൻ്റെ ഇക്വേഷൻ എന്താ? I² R ആണ്. അപ്പോൾ അത് DC പവർ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ IDC² ഇൻറ്റു R ചെയ്യണം അല്ലേ. അപ്പോൾ ഈ IDC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൾസേറ്റിംഗ് ആയതുകൊണ്ട് ആ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആവറേജ് എങ്ങനെ എടുക്കാം? ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 2π തീറ്റനോട് ഇക്വലൻ്റ് ആണ് അല്ലേ, 360 ഡിഗ്രി. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ടോട്ടൽ ലിമിറ്റ്സിന്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ടിനെ സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ അല്ലെങ്കിൽ ടോട്ടൽ ടൈം ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ആംഗിൾ 2π ആയതുകൊണ്ട് നമ്മൾ ടോട്ടൽ കറണ്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് I കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to π I dθ ഡിവൈഡഡ് ബൈ 2π. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 0 to π ചെയ്തിട്ടുള്ളൂ, 0 to 2π ആണ് ശരിക്കും ചെയ്യേണ്ടത്. എന്ത് പറ്റി? π to 2π എന്ത് പറ്റി?
അത് കട്ടായി പോയില്ലേ, ഡയോഡ് കട്ടായിപ്പോയി. ഡയോഡ് കട്ട് ചെയ്തു പൈ ടു 2π വരെയുള്ള നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്. അതുകൊണ്ടാണ് അവിടെ പൈ എന്ന് കാണിച്ചിരിക്കുന്നത്, 2π എന്ന് കാണിക്കാത്തത്. പൈ ടു 2π വരെയുള്ള ആ ഭാഗം 0 ആയി പോകുന്നത് കൊണ്ട്. ഓക്കെ, ഇനി ഈ പൾസേറ്റിംഗ് കറണ്ടിനെ നമുക്ക് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതാൻ കഴിയും. ഇവിടെയുള്ള നമ്മുടെ വോൾട്ടേജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആയിട്ടാണ് Vm sin തീറ്റ. റെസിസ്റ്റൻസോ, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസിലെ റെസിസ്റ്റൻസ് ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. സീരീസ് റെസിസ്റ്റൻസ് ആകുമ്പോൾ 2നെ നമ്മൾ ആഡ് ചെയ്യണം, ഡയോഡിന്റെ റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും. ഡി തീറ്റനെ അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ Vm എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, RFും പ്ലസ് RLും ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ ഇന്റഗ്രലിന്റെ പുറത്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രലിന്റെ ഉള്ളിൽ സൈൻ തീറ്റ ഡി തീറ്റ മാത്രമായിട്ട് മാറി. വാട്ട് ഈസ് ഇന്റഗ്രൽ സൈൻ തീറ്റ? ഇറ്റ് ഈസ് മൈനസ് കോസ് തീറ്റ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തിട്ട് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് കോസ് പൈ ആണ്. എന്താണ്? -1. ഓക്കെ, അപ്പോൾ -1 minus cos 0 which is equal to 1. So you will get this as 2. ആ 2ഉം താഴെയുള്ള 2ഉം കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ I average will be equal to Vm by Rf plus RL into 1 by pi. ഓക്കെ, Vm by Rf plus RLനെ നമുക്ക് Im എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് കറണ്ട് ആണ് അല്ലേ, അതിന് Im എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ സാധനത്തിന് Im by pi എന്ന് മാറ്റി എഴുതാം. അപ്പം നമുക്ക് I ആവറേജ് അല്ലെങ്കിൽ IDC കിട്ടി, Im by pi. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, I² into RL ചെയ്താൽ മതി. ഇനി ഇവിടെയുള്ള ഈ Rനെ നമ്മൾ RL ആയിട്ട് എടുക്കാനുള്ള കാരണം എന്താ? RL പ്ലസ് RF ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ലോഡ് റെസിസ്റ്റൻസിൽ കൂടെ മാത്രമാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി. അപ്പം കറണ്ട് സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് പവർ. IDC നമ്മൾ കണ്ടുപിടിച്ച Im by pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, RLനെ അങ്ങനെ തന്നെ എഴുതുന്നു. നമുക്ക് വി ഗെറ്റ് Im² by pi into pi² into RL. ഓക്കെ, now let us move on to the denominator which is AC power input. AC-യുടെ കാര്യത്തിൽ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിക്കണം അല്ലേ. റൂട്ട് മീൻ സ്ക്വയർ കറണ്ട് IRMS, അതാണ് നമ്മൾ AC-ൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന കറണ്ട്. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ കറണ്ട് കാണുന്നതിന് മുന്നേ ആദ്യം മീൻ സ്ക്വയർ കറണ്ട് നമുക്ക് കാണാം. മീൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെ മീനാണ്, അങ്ങനെ ഓർത്താൽ മതി. കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെ മീൻ. അപ്പോൾ കറണ്ട് I² ചെയ്യുക, മീൻ കണ്ടുപിടിക്കാൻ, ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ടോട്ടൽ ഡി തീറ്റയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ തീറ്റ, ദാറ്റ് ഇസ് 2π 360 ചെയ്യുക. ഓക്കെ, ഇനി I²നെ Im സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സി, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ Vm സൈൻ തീറ്റ എന്ന് എഴുതാമെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമുക്ക് Im സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Im² നമുക്ക് പുറത്തെടുക്കാം, കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. 2πയും പുറത്തുണ്ട്. സൈൻ സ്ക്വയർ തീറ്റനെ നമുക്ക് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്ന് എഴുതാൻ കഴിയും. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണത് അല്ലേ. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കോസ് ടേം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കോസ് ടേം 0 ആയിട്ട് മാറും. ഓക്കെ, കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കോസ് ടേം എന്തായി മാറും? സൈൻ ആയിട്ട് മാറും. സൈൻ പൈയും സൈൻ 0യും ഒക്കെ 0 ആണ് അല്ലേ. സൈൻ 90 മാത്രമാണ് 1 വരുന്നത്. അപ്പോൾ ആ കോസ് ടേം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ 1ൻ്റെ ടേം ഇല്ലേ, അത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ 1/4π Im² ഇൻ്റഗ്രൽ 0 to π d തീറ്റ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, 1 d തീറ്റ. Okay, Im² by 4π, integral d theta will be theta, applying limits you will get pi minus 0 which is equal to pi. So we get mean square current as Im² by 4. What will be root mean square current? Adinte root Im by 2. So what will be AC power input? പവർ ഇൻപുട്ടിൻ്റെ കേസിൽ വീണ്ടും കറണ്ട് സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് IRMS ആയിരിക്കണം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം, RF പ്ലസ് RL. IRMS നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, Im by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PAC will be equal to Im² by 2 into RF plus RL. Now we can move on to rectification efficiency. Eta will be equal to DC പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ AC പവർ ഇൻപുട്ട്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.
ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സി im square ക്യാൻസൽ ആവും. ഈ im squareഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെ വരുന്ന പൈ സ്ക്വയറിനെ ഈ 4നെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് 0.406. RL അങ്ങനെ തന്നെ എഴുതി, RF/R പ്ലസ് RL അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ക്യാപിറ്റൽ RL കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 ആയി പോവും, ഇവിടെ RF/RL വരും, ഇവിടെ വീണ്ടും +1 ആയി മാറും അല്ലേ. ഓക്കെ, എഫിഷ്യൻസി മാക്സിമം ആവണമെങ്കിൽ ഇവിടെയുള്ള നമ്മുടെ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നതിൽ ഡിനോമിനേറ്റർ മിനിമം ആവണം അല്ലേ. ഡിനോമിനേറ്റർ കുറയുന്നതിനനുസരിച്ച് ഈ ടോട്ടൽ ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് മിനിമം ആണ്, ഇത് എന്തായാലും 1 ആണ്. ഈ ഒരു ടേമിനെ നമുക്ക് 0 ആക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ RF നെഗ്ലിജിബിൾ കമ്പയർ ടു RL ആണെങ്കിൽ, RF RLനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ ഈ സാധനത്തിന് നമുക്ക് 0 ആയിട്ട് ഓൾമോസ്റ്റ് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 ആയിട്ട് മാറും. അപ്പോൾ എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് 0.406 ആയിട്ട് മാറും. ഇതിനെ നമുക്ക് 40.6% എന്ന് എഴുതാം അല്ലേ. ദിസ് മീൻസ് ദാറ്റ് in half-wave rectifier a maximum of 40.6% of AC power is converted to DC power. അതിലൊരു അതിശയമില്ല അല്ലേ, കാരണം 50% സാധനം മാത്രമേ നമുക്ക് കിട്ടുന്ന തന്നെ ഉള്ളൂ. നെഗറ്റീവ് ആയിട്ടുള്ള സൈക്കിളിൻ്റെ ആ പവർ നമുക്ക് കിട്ടുന്ന തന്നെയല്ല. അപ്പം ആ 50% തന്നെ ഇൻപുട്ട് തന്നെയുള്ളൂ, അതിനകത്തുള്ള 40% നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ വാല്യൂ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹാഫ് വേവ് റെക്ടിഫയർ അത്ര എഫിഷ്യൻ്റ് അല്ല. Now there is also another thing called ripple factor. What is the definition? It is defined as RMS value of AC component by value of DC component, that is IAC by IDC. Output of a rectifier consists of DC component and AC component. കാരണം DC മാത്രം ഉള്ളായിരുന്നെങ്കിൽ ഒരു സിംഗിൾ വരയേ ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ പൾസേറ്റിംഗ് കോമ്പണൻറ്റ് ഉള്ളതുകൊണ്ട് അത് AC കോമ്പണൻറ്റിൻ്റെ ഭാഗമാണ്. Ratio of RMS value of AC component to DC component in the output is known as the ripple factor. Now we know that IRMS നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണല്ലേ. IRMSൻ്റെ ഡെഫിനിഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് I square DC plus I square AC. So IAC can be written as root of I square RMS minus I square DC. Ripple factor is IAC by IDC. IACനെ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് റൂട്ട് ഓഫ് IRMS സ്ക്വയർ മൈനസ് IDC സ്ക്വയർ ഡിവൈഡഡ് ബൈ IDC. ഇനി നമ്മൾ IDCനെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ ഇതിനെ നമ്മൾ റൂട്ട് ഓഫ് IDC സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം വിൽ ബി IRMS square by IDC square. Second term will be IDC square by IDC square which is equal to 1. ഇത് I അല്ല കേട്ടോ, 1 ആണ്. So R, ripple factor R will be IRMS by IDC whole square minus 1. IRMS നമ്മൾ കണ്ടുപിടിച്ചതാണ് IM by 2. IDC നമ്മൾ കണ്ടുപിടിച്ചതാണ് IM by pi. IM cancel ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get pi square by 4 minus 1 which can be calculated as 1.21. See, AC component divided by DC component 1-നേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അർത്ഥം എന്താ? AC component DC componentനേക്കാളും വലുതാണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ റെക്ടിഫിക്കേഷൻ ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഹെൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് AC component exceeds the DC component in the output of a half wave rectifier. It results more pulsation in the output. So half wave rectifier is ineffective for conversion of AC into DC. അപ്പോൾ ഇഷ്ടംപോലെ ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും. ഔട്ട്പുട്ട് ഇസ് pulsating, so we need a filter circuit. Efficiency is low, ripple factor is high. AC supply delivers power only half of the time. സപ്ലൈൻ്റെ പവർ തന്നെ നമുക്ക് പകുതിയെ കിട്ടുന്നുള്ളൂ, കാരണം ബാക്കി പകുതി ബ്ലോക്ക് ആക്കപ്പെടുകയാണ്. സോ ഔട്ട്പുട്ട് ഇസ് ലോ. ഓക്കെ, ഈ വാല്യൂസ് രണ്ടും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. എഫിഷ്യൻസി 40.6 റിപ്പിൾ ഫാക്ടർ 1.21 in case of half wave rectifier. That's all for today. Thank you.